ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മളെടുക്കുന്ന പാട്ട് മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞു നിന്നാൽ. അപ്പം അതിൻ്റെ കോഡ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സ്കെയില്, അതിൻ്റെ രാഗം, പിന്നെ ബി മേജർ കോഡ്. ബിയുടെ കോഡ്സ് ഓർഡറായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ബോർഡിലിട്ട് എഴുതിയിട്ടുണ്ട്. അതും മിസ് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇത് ബിഗിനേഴ്സ്, ആദ്യമായിട്ട് പഠിക്കുന്നവർ, കുട്ടികളായിട്ടുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ബിഗിനേഴ്സ് ആണെങ്കിലും. അപ്പോൾ അവർക്കും കൂടി ചേർന്ന് പഠിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഈ പാട്ട് എളുപ്പത്തിൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ പാട്ട് എടുക്കുന്നത് വലച്ച് എന്ന രാഗത്തിലാണ് ഈ മാനം തെളിഞ്ഞു നിന്നാൽ എന്നുള്ള പാട്ട് വന്നിരിക്കുന്നത്. അപ്പോഴേ വലച്ച് എന്ന ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനം നമുക്കൊന്ന് നോക്കാം. ആ രാഗം, അതായത് മേളകർത്ത രാഗം 16ാമത് രാഗമായ ചക്രവാകം രാഗത്തിൻ്റെ ജന്യരാഗമാണ് വലച്ച് എന്ന രാഗം. അപ്പോൾ വലച്ച് രാഗത്തിൻ്റെ സ്വരസ്ഥാനം പോകുന്ന ഇങ്ങനെ: ഷഡ്ജം, അന്തരഗാന്ധാരം, പഞ്ചമ, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം, ഷഡ്ജം. ഈ 5 സ്വരത്തിലാണ് നമുക്ക് ഈ പാട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വലച്ചെന്ന രാഗത്തിൽ എടുക്കുമ്പോൾ ഈ 5 സ്വരം മാത്രമാണ് ആരോഹണം അവരോഹണം ഒരേപോലെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഈ പാട്ടിൻ്റെ ലെന്ത് നമുക്ക് നോക്കണ്ടേ. ഏതാണ്ട് ഇവിടം വരെ ഉള്ളു. ഇത്ര സ്ഥലത്തിൽ വളരെ ചുരുങ്ങിയ ഒരു നോട്ടിൽ തന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾ, ബിഗിനേഴ്സ് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയുള്ള കാര്യമാണ് മിസ് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോഴേ നമ്മൾ വന്ന് ഇപ്പോൾ നമ്മൾ സ്കെയിൽ നോക്കുവാണെങ്കിൽ ബി ഫ്ലാറ്റ് വന്നാൽ മിക്കവാറും നമ്മൾ പറയും അത് ബി ഫ്ലാറ്റ് വരുമ്പോഴേ അത് എഫ് മേജർ സ്കെയിലിനാണ് ബി ഫ്ലാറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ പാട്ട് ഇവിടെ ഇങ്ങനെ ആരംഭിച്ച് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ വന്ന് അവസാനിക്കുക. അപ്പോഴേ ഇത് വന്ന് നമുക്ക് ഇത് ആക്സിഡൻ്റൽ നോട്ടായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സി മേജർ സ്കെയിലിൽ ബി ഫ്ലാറ്റ് ആക്സിഡൻ്റൽ നോട്ടായിട്ട് വന്നെന്നാൽ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഇവിടെ ഈ പാട്ടും എഫുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാഗത്തിൽ നമുക്ക് ഡി വരുന്നില്ല, ഋഷഭമില്ല, മധ്യമമില്ല കേട്ടോ. ഇവിടെ ഉണ്ട് ഇത് കൈശിക കാകളി നിഷാദമല്ല, കൈശിക നിഷാദമായിട്ട് വരണം. അപ്പോൾ ഈ 2 കീയിൽ കൈവയ്ക്കാതെ നമുക്കിത് എടുക്കാം. എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത് കണ്ടോ, മാനം തെളിഞ്ഞു വന്നാൽ. ഇത് വന്നിട്ട് വേണം കിട്ടുവാൻ കേട്ടോ. അത് ഇത്രയാണ് പല്ലവി വരുന്നത്. 4 പല്ലവി വരുമ്പോൾ നിങ്ങളിങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. ഇത് 2 പ്രാവശ്യം എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം ചെയ്ത് കണ്ടോ.
എടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ വരും. അനുപല്ലവി ഇങ്ങനെ വരുന്നത് കേട്ടോ. ഒത്തിരി സംഗതികളുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടി ബിഗിനേഴ്സിന് വേണ്ടി എടുക്കാൻ വേണ്ടി സംഗതികൾ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഇത് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് എടുക്കാൻ പരിശ്രമിക്കരുത് കേട്ടോ. പിന്നുണ്ടായി ഇപ്പൊ എന്താ ഓരോ ഫിംഗർ വെച്ച് നിങ്ങൾ ജസ്റ്റ് എടുക്കാൻ നോക്കുക. സിമ്പിളായിട്ട് മിസ് എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ആദ്യം പഠിക്കുന്നവർക്ക് ഇങ്ങനെ എടുത്താലായിരിക്കും കുറച്ച് ഈസി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയ കോഴ്സ് നോക്കണ്ടേ. ഇതിനെ പറ്റിയ കോഴ്സ് എങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്? നമ്മളിവിടെ ഈ കീയിൽ പിടിച്ചായിരുന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ കണ്ടോ ജി മൈനർ കോഡ്. അപ്പോൾ സി മേജർ കോഡ് നമുക്ക് ഇത് പിടിക്കാം. അത് ഇങ്ങനെ വന്ന് കീ വന്നല്ലേ. അത് കഴിയുമ്പോൾ നമുക്ക് എ മൈനർ കോഡ് പിടിക്കാം. ഇത് കണ്ടോ ഇങ്ങനെ വെച്ചാൽ എ മൈനർ കോഡായി. ഇപ്പോൾ നമുക്ക് വന്നിട്ട് അപ്പോൾ നമ്മൾ സി മേജർ കോഡിന് ഇങ്ങനെ പിടിക്കാം കേട്ടോ. മിസ് ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് പിടിക്കേണ്ടത്. ക്യാമറ സൂം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സി മേജർ പിടിക്കാം. ജി ഇരുന്ന് കൈയെടുത്ത് എയിൽ വെച്ചെന്ന എ മൈനർ കോഡായി. അതേസമയം നമുക്ക് വന്നിട്ട് ജി എൽ നമ്മൾ ഇവിടെ ബി ഫ്ലാറ്റിൽ കൈ വെച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ബി ഫ്ലാറ്റ് നമ്മൾ കൈ വെക്കുമ്പോൾ അങ്ങനെ ഇത് കണ്ടോ ജി മൈനർ കോഡ് പിടിക്കാം. അപ്പോൾ ജി മൈനർ ഇവിടെയാണ് പിടിക്കേണ്ടത്. ജി മൈനർ കോഡ് പിടിക്കാം. പിന്നെ നമ്മൾ ഇത് വരുമ്പോൾ C7 കോഡ് പിടിക്കും. ഇത്രയും കോഡുകളൊക്കെ അതിന് പിടിക്കാൻ പറ്റും. അതേസമയം നമ്മൾ വന്ന് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വന്ന് ബി ഡിമിഷ്ഡ് കോഡ്. അപ്പോൾ ബി ഡിമിഷ്ഡ് എങ്ങനെ പിടിക്കുന്നത്? ഇത് കണ്ടോ ബി ഡിമിഷ്ഡ്. ബി ഡിമിഷ്ഡ് എന്ന് വെച്ചാൽ ബിയും ഡിയും എഫും പിടിച്ചാൽ ബി ഡിമിഷ്ഡായി. അതേ സമയത്ത് നമുക്ക് വന്ന് ബി ഓഗ്മെൻറ്റഡ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഇതെടുത്ത് ഷാർപ്പിൽ വയ്ക്കുക, ഇവിടെ ജിയിൽ വയ്ക്കുക. ഓഗ്മെൻറ്റഡ്. അപ്പോൾ ഡിമിനിഷ്ഡ് ഓഗ്മെൻറ്റഡ്, ബി ഡിമിനിഷ്ഡ് ബി ഓഗ്മെൻറ്റഡ്. ഇത്രയും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. പിന്നെ ബോർഡിൽ മിസ് ചെയ്തിട്ടുണ്ട്, അത് മിസ് കാണിച്ചു തരാം. ബി കോഡ്സ് നമ്മൾ പഠിക്കുക കേട്ടോ. നമ്മൾ 48 കോഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ബി കോഡ്, ബിയുടെ നമ്മൾ മേജറും മൈനറും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു മിസ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിന് വന്ന് ബി ഡിമിനിഷ്ഡ്. അപ്പോൾ ബി ഡിമിനിഷ്ഡ് കണ്ടല്ലോ, എഫ് ഉണ്ട്, ഡി ഉണ്ട്, ഇത് വന്ന് ബി. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാം നാച്ചുറൽ നോട്ടുകളാണ് കേട്ടോ. ഒന്നും ഷാർപ്പ് ഫ്ലാറ്റൊന്നും ഇല്ല. ബി ഡിമിനിഷ്ഡ്. ഇനി ബി ഓഗ്മെൻറ്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? ഇത് കണ്ടോ, ഇവിടെ ഡി മാത്രം ഷാർപ്പായിട്ട് മാറി. ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചെന്ന് കണ്ടോ? നമ്മളിവിടെ എഫ് ആയിരുന്നല്ലേ, പക്ഷേ നമ്മളിവിടെ ജിയിലേക്ക് വന്നു. അപ്പോൾ എഫ് വന്നു, ഇവിടെ എഫ് വന്നു, നമ്മളിവിടെ തിരിഞ്ഞു വീണു കണ്ടോ. ജി വന്ന് ഡി ഷാർപ്പായിട്ട് വന്നു. അപ്പോൾ എഫ് കിടന്ന് മാറിയിട്ട് ജി വന്ന് ബിയും ഇത് വന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഡി ഷാർപ്പ് വന്നു, ജി വന്നു. ഇവിടെ എഫ് എന്ന ക്യാരക്ടർ ഇവിടെ ആ നോട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഇത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.